അനുമോളെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജിസയിൽ ഇന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ജയിലിലേക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ റിവ്യൂയിലേക്ക് കടക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 12 റിവ്യൂവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് ഡാൻസ് ആണ്. അതിനുശേഷം നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിൽ ബിന്നിയും മനീഷും തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയാണ്. നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്, അതായത് ക്ലീൻ ചെയ്യുന്ന ചൂലെന്തോ കിച്ചണിൽ കൊണ്ട് വച്ചെന്ന് പറഞ്ഞ അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന ബിന്നി മാറ്റുന്നില്ല. ബിന്നി ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുകയാണ്. ഇതിനുശേഷം വരുന്നത് നമ്മുടെ അപ്പാനി ശരത്തും നമ്മുടെ അനുമോളും തമ്മിലൊരു ആ പ്രശ്നം പറഞ്ഞു തീർക്കുന്ന ഒരു മോഡാണ്. മേക്കപ്പ് റൂമിൽ വെച്ചാണ്. ശൈത്യ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ഇതിനിടയ്ക്ക് അനുമോള് കിച്ചണിലേക്ക് വന്ന് ടിഷ്യൂ എടുത്തതിനെന്തോ അവൾ കള്ളിയാണ്, ആഹാരം കക്കൂന്ന് പറയുകയാണ് ജിസയിൽ. അങ്ങനെ കമൻറ്റ് ചെയ്യാണ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾ അപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതും അനുമോൾ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അവർ ഡിസ്കസ് ചെയ്ത മെയിൻലി നമ്മുടെ ഇന്നലെ അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത കാര്യമാണ് അവർ ഡിസ്കസ് ചെയ്തത്. ഇതിനുശേഷം നമ്മുടെ പണി ടാസ്ക് വരെയാണ്. പണി ടാസ്ക് 10 സെക്കൻഡ് ടൈമാണ്. 5 പേർക്ക് കയറാം. അതുപോലെ തന്നെ 3000 പോയിന്റ്സ് ഉണ്ട്. ഇതിൽ 2 റൗണ്ടായിട്ടാണ് പണി ടാസ്ക് നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 1500 പോയിന്റ്സിന് ഇവർ 5 പേര് 10 സെക്കൻഡിനുള്ളിൽ മാക്സിമം കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആര്യനും ബിൻസി അങ്ങനെയുള്ളവരെല്ലാവരും അങ്ങനെ 5 പേര് അങ്ങനെ പോവുകയാണ്. നമുക്ക് കൗണ്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം എപ്പിസോഡിൽ അത് കാണിച്ചില്ല, ആരൊക്കെയാണ് പോകുന്നതെന്ന് കാണിച്ചില്ല. ഇതിനുശേഷം അവർ പോവുകയാണ്, മാക്സിമം കളക്ട് ചെയ്ത് പുറത്ത് വരികയാണ്. സെക്കൻഡ് ടാസ്ക് ആയില്ല. അതിനുശേഷം വന്നത് ക്യാപ്റ്റൻസി നോമിനേഷനാണ്. ക്യാപ്റ്റൻസി നോമിനേഷനിൽ നടന്നത് ക്യാപ്റ്റൻസിയിൽ ഓരോരുത്തരും ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്യാണ്. പക്ഷേ ഈ റൂൾസ് വയലേറ്റ് ചെയ്ത ജിസൈലിന് എന്തിനാണ് ഇവർ ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ജിസയിൽ കാണുന്നുണ്ട്. പക്ഷേ റൂൾസ് വയലേറ്റ് ചെയ്ത ഒരാൾ എന്തിനാണ് ക്യാപ്റ്റൻസിയിലോട്ട് ഇട്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആര്യൻ, അഭിലാഷ്, ജിസയിൽ ഇത്രയും പേര് ക്യാപ്റ്റൻസിയിലോട്ട് വരികയാണ്. അതിനുശേഷം നമ്മുടെ പണിപ്പുര ടാസ്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നടക്കുന്നത്. അതിൽ 10 പേർക്ക് 1500 പോയിന്റ്സിന് വേണ്ടിയിട്ട് പണിപ്പുരയിലേക്ക് പോവാം, മാക്സിമം കളക്ട് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ കറക്റ്റ് 1500 പോയിന്റ്സിന് ഇവർ കളക്ട് ചെയ്ത് പുറത്തിറങ്ങുകയാണ്. 10 സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഏകദേശം 3000 രൂപയ്ക്കകത്ത് ഇവർ മാക്സിമം സാധനങ്ങൾ, ഇവരുടെ ഡ്രസ്സ് ഐറ്റംസ് ആയാലും മാക്സിമം പറ്റുന്നത്ര ഡ്രസ്സ് ഐറ്റംസും അതുപോലെ തന്നെ പറ്റുന്നത്ര മാക്സിമം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നടന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ നടക്കുകയാണ്. ആദ്യം ജയിൽ നോമിനേറ്റഡ് ആയ ആരൊക്കെ എന്ന് പറയും. ജയിലിലേക്ക് നോമിനേറ്റഡ് നെവിനും നമ്മുടെ രേണുസുതിയും അനുമോളും കലാഭവൻ സരികയ്ക്കുമൊക്കെ ഒരേ പോയിന്റ്സ് കിട്ടി. സെയിം വോട്ട് കിട്ടിയത് കൊണ്ട് ഇവർ ഒരു മെജോറിറ്റി എടുത്തു. അങ്ങനെ ലാസ്റ്റ് സരികയാണ് നോമിനേറ്റ് ആവുന്നത്. അനുമോൾ രക്ഷപ്പെടുകയാണ്, ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന പ്രശ്നത്തിലേക്കാണ് ഇനി. നോമിനേഷൻ എല്ലാം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അനുമോൾ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ജിസൈൽ ക്യാപ്റ്റൻസിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്ബറൊക്കെ കിടന്ന് കൂവുന്നുണ്ട് അവിടെ. അങ്ങനെ അനുമോൾ രേണുസുദിനെ നോമിനേറ്റ് ചെയ്ത് അങ്ങ് പോയി. പക്ഷെ അപ്പോഴും കൂവുന്നുണ്ടെങ്കിലും അനുമോൾ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ജിസൈലിൻ്റെ ടേണായി. ജിസൈലാണ് ഏറ്റവും ലാസ്റ്റ് വന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. ജിസൈൽ വന്നിട്ട് ഫസ്റ്റ് രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് അനുമോളെ നോമിനേറ്റ് ചെയ്യുക. അനുമോൾ കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നോമിനേറ്റ് ചെയ്യാണ്. അനുമോൾ എൻ്റെത് ഇങ്ങനത് കക്കും, ഫേസ് വാഷ് കക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോഴേക്ക് ഷാനവാസ് ഇടപെട്ടും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഫേസ് വാഷ് എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസ് കയറി ഇടപെടുകയാണ്. പക്ഷെ അതിൽ ജിസയിൽ പെട്ടുപോയി. ജിസയിൽ പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് കളിയാണ്. അല്ല, എൻ്റെ നോമിനേഷൻ ഇല്ല, ഞാൻ പറയട്ടെ. അങ്ങനെ ഷാനവാസ് വിടുന്നില്ല. എവിടെ നിന്ന് കിട്ടി ഫേസ് വാഷ്? ആരെയും കൊടുത്തു. അപ്പോൾ ആരെയും പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല, എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്, ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കാൻ എൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ, ഞാൻ കൊടുത്തിട്ടില്ലെന്നും ജിസയിലെ ആരെയും തലയൂരുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവിടെ ടോക്ക് നടക്കുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട് ടിഞ്ച് ഉപയോഗിച്ചെന്ന് ഇവർ പറഞ്ഞതോ എന്നുള്ള കാര്യത്തിൽ അനീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനുമോൾ പറയാണ് ഇവൾ എന്നെ ബാഡ് വേർഡ്സ് ചീത്ത വിളിച്ചിട്ടുണ്ട് എന്ന് പലവട്ടം വിളിച്ചിട്ടുണ്ട്, ഇവരെല്ലാം കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പം ജിസയിൽ ഇത് കയറിക്കൊണ്ട് ജിസയിൽ പറയാണ് അനുമോളിൻ്റെ റൊട്ടി എന്തോ അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് ജിസയിൽ പറയാണ്. പക്ഷെ ഇതിൽ അനുമോൾ അങ്ങോട്ട് ടിഗറായി
ട്രിഗറായിട്ട് അനുമോൾ തിരിച്ച് റിയാക്ട് ചെയ്യാണ്. അതുവരെ അനുമോൾ നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നാണ്. പെട്ടെന്ന് ട്രിഗറായിട്ട് അനുമോൾ നമ്മുടെ ജിസേലിന് നേരെ പാൻ എടുക്കുകയാണ്, ഫയർ ചെയ്തുകൊണ്ട് പാൻ എടുക്കുകയാണ്. പാൻ എടുത്തുകൊണ്ട് ജിസേലിനെ നീ കണ്ടോ, ഞാൻ മോഷ്ടിക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അനുമോള് ജിസേലിൻ്റെ കൈ എന്തോ തട്ടി മാറ്റുന്നുണ്ട്. അതാണ് ഫിസിക്കൽ അസോൾട്ട് നടന്നത്. അതായത് കൈ ജസ്റ്റ് തട്ടി മാറ്റിയതാ, ആ ഒരു എന്താ ഷോർട്ട് ടെമ്പറിൽ ആ കൈ പെട്ടെന്ന് തട്ടി മാറ്റിയതാ. എന്നിട്ട് വാവിട്ട് കരയുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു LKG കുട്ടി, അംഗൻവാടി കുട്ടി കരയുന്ന പോലെ കിടന്ന് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പാനിയൊക്കെ പറയുന്നുണ്ട് അമ്മേച്ച ഡ്രാമയാണെന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്. അതും പോരാനിട്ട് ജിസേലും പറയുന്നുണ്ട് ഷീസ് പ്ലേയിങ് ഡ്രാമ എന്നൊക്കെ നമ്മുടെ ജിസേലും പറയുന്നുണ്ട്. അങ്ങനെ നേരെ അനുമോൾ നേരെ ബാത്റൂമിലോട്ട് പോയി അവിടെ ഇരുന്ന് കരച്ചിലാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ശരത്ത്, വയലൻസ് ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. അനീഷിനെതിരെ വയലൻസ് അഴിച്ചു വിടുന്ന ആൾ പറയാണ് വയലൻസ് ഇവിടെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലെന്ന്. ഇത്രയും നാളും അനീഷിന് നേരെ വയലൻസ് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ്, ഗേൾസിനും സത്യം പറഞ്ഞാൽ ജിസേലിനെ പേടിയാണ്, ഭൂരിഭാഗത്തിനും ജിസേലിനെ പേടിയാണ്. ബോയ്സിൽ ചിലർക്കും ജിസേലിനെ പേടിയാണ്, ജിസേലിന് പുറകെ നിൽക്കുകയാണ്. ഈ അപ്പാനി ശരത്തൊക്കെ ജിസേലിന് പുറകെ തന്നെയാണ്, അപ്പാനി അക്ബറും ഒക്കെ ജിസേലിന് പുറകെ തന്നെയാണ്. എന്ത് കാര്യത്തിന്? നെവിന് കാര്യത്തിന് പിന്നെ അല്ലെങ്കിൽ ജിസേലിൻ്റെ കൂടെയാണ്. എന്ത് കാര്യത്തിനാണോ എന്തോ. അങ്ങനെ അനുമോൾ കരയാണ്. അനുമോൾ അന്നത്തെ ദിവസം ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു. കഷ്ടം, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നി കാണാൻ. ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ അവിടെ സോഫയിൽ പോയിരുന്ന കരച്ചിൽ. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജിസേൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അനുമോൾ എന്നെ അവൾ അടിച്ചു, ബിഗ് ബോസ് ഇതിനൊരു ആക്ഷൻ എടുക്കണം എന്ന് ജിസേൽ അവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻറ്റ് മിക്കവാറും അനുമോൾക്ക് എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുത്തിട്ട് ജിസേലിന് വലിയ ശിക്ഷ കൊടുക്കാനാണ് ചാൻസ്. കാരണം ജിസേലാണ് അവിടെ മെയിനായിട്ട് റൂൾസ് വയലേറ്റ് ചെയ്യുന്നത്. അതൊരു ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറയാൻ പറ്റില്ല. കയ്യിൽ ജസ്റ്റ് അങ്ങ് അടിച്ചു, അതെല്ലാവരും അടിക്കുന്ന കാര്യമല്ലേ. എനിക്ക് തോന്നുന്നില്ല വലിയൊരു പണിഷ്മെൻറ്റ് അനുമോൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഏതായാലും. പക്ഷേ ഇമോഷണലി അനുമോൾ ഡണ്ണായി. ഇതിനുശേഷം മൈജിയുടെ ഒരു ടാസ്ക് വരുന്നുണ്ട്. മൈജിയുടെ ടാസ്കും കഴിഞ്ഞിട്ട് ഇവർ നേരെ ജയിലിലേക്ക് പോവുകയാണ്. നെവിനും അതുപോലെ തന്നെ നെവിനും രേണുസുധിയും ജയിലിനകത്തും സരിക ജയിലിന് പുറത്തുമാണ് കിടക്കേണ്ടത്. ഇവർക്കുള്ള ജയിൽ ടാസ്ക് എന്താണെന്ന് അച്ചാർ ഉണ്ടാക്കുക, നാരങ്ങയും നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുക. അതിൽ നമ്മുടെ രേണുവും നെവിനും ജയിലിനകത്തുനിന്ന് നാരങ്ങയും നെല്ലിക്കയും ഭരണിക്കകത്ത് ജയിലിനകത്ത് നിന്ന് എറിഞ്ഞു കൊടുക്കുക. പുറത്ത് വീഴുന്നതെല്ലാം സരിക കൊണ്ടുപോയിട്ട് അവർക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കാം. എന്നിട്ട് 5 സെക്കൻഡ് ടൈമിന് ജയിലിൽ പുറത്ത് വച്ചിരിക്കുന്ന ഉപ്പും മുളകും എടുത്ത് ഭരണിക്കകത്തിട്ട് ജയിലിനകത്ത് കയറാന്നുള്ളതാണ് ടാസ്ക്. ഫസ്റ്റ് ഇവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് തന്നെ രേണു വീണ് പോവുകയാണ്. സെക്കൻഡ് ആയപ്പം ഇവർ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. പക്ഷെ ടൈമറൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻലി നടന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നില്ല അനുമോൾക്കെതിരെ വലിയൊരു ആക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ജിസേലിനെ മിക്കവാറും ഇത്രയും റൂൾസ് വയലേറ്റ് ചെയ്തിട്ട് ജിസേൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജിസേലിന് മിക്കവാറും എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കിട്ടാനാണ് ചാൻസ്. ഇതിരിക്കുമോയെന്ന് അറിയില്ല, നമ്മളെ ബിഗ് ബോസ് അല്ലേ. അത് മാത്രമല്ല എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്, ലാലേട്ടൻ്റെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡാണ്. നാളെ എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആരായിരിക്കും ഈ ആഴ്ച എവിക്റ്റായി പോകുന്നത്, 2 പേര് എവിക്റ്റ് ആവോ, അത് മാത്രമല്ല മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് ഡെഡ് സോണിലേക്ക് പോയാൽ അവരുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയില്ല. നാളെ എന്തായാലും ലാലേട്ടൻ വരുന്നൊരു വെയിറ്റിംഗ് ആണ്. സോ താങ്ക് യു ഓൾ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്